ഇന്നത്തെ നമ്മുടെ വിഷയം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ധാരാളം മാതാപിതാക്കളുടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട്. ഇത്രയധികം ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ. എന്തായിരിക്കും പൊതുവായ ഒരു കാഴ്ചപ്പാട് മാതാപിതാക്കൾക്ക് നൽകാനുള്ളത്? അതെ, നമ്മളിപ്പോൾ ഈ ചോദ്യങ്ങൾ മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുട്ടികൾ എവിടെയെങ്കിലും ഒരു പ്രശ്നമാകുമ്പോൾ ഇനി എന്താണ് പരിഹാരമെന്ന് ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ഒരു പരിഹാരത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് പരിഹാരമാണ്, അത് പരിഹരിക്കാനും കഴിഞ്ഞേക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇസ്ലാമികമായ നിലക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ മുമ്പ് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സത്യം പറയണേ, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഒരു ഗർഭകാലം എന്ന് പറഞ്ഞാൽ 9 മാസം ഉണ്ടാവുന്നുണ്ടല്ലോ. എന്നാൽ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണം, അവിടുത്തെ നഴ്സുമാർ ചോദിക്കുമ്പോൾ ഒരു പേര് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എല്ലാവരും ധൃതി കൂട്ടുന്നുണ്ടല്ലേ. ഈ 9 മാസം ഒരു പേര് അവർ പ്രിപ്പയർ ചെയ്തില്ലല്ലോ. ഇല്ല. അപ്പോൾ ഒരു പേരിന് ആവശ്യം വരുമ്പോഴാണ് ഒരു പേരിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ആൺകുട്ടിയുടെ ഒരു പെൺകുട്ടിൻ്റെ പേര് കണ്ടുവച്ചാൽ എത്ര സമയം ആലോചിക്കാൻ കിട്ടുന്നുണ്ട്. പല ആളുകളും ആ പേരിട്ടതിൽ പിന്നെ ഖേദിക്കാറുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് ഒരു പേര് കൊടുക്കാൻ കഴിയാതെ വരാറുണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ്ങും യഥാർത്ഥത്തിൽ എന്തില്ല, കുട്ടികളുടെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രക്ഷിതാവിന് ബാധ്യതയുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. ഒരു കുട്ടി എന്തായിത്തീരുന്നു എന്നതിൽ എന്തുണ്ട്, ഒരു രക്ഷിതാവിന് തന്നെയാണ് പ്രധാന പങ്ക്. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ഭൗതിക ജീവിതമോ പാരത്രിക ജീവിതമോ പ്രശ്നമായാൽ അത് ഞാൻ കാരണമായിക്കൂടാ എന്നൊരു ബോധത്തിൽ നിന്നാണ് നമുക്ക് ഈ പ്ലാൻ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നെ പല പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ അതൊന്നും നമ്മളെ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തടസ്സപ്പെടുത്താൻ പറ്റൂല. അപ്പം അതുകൊണ്ട് നമ്മൾ പൊതുവായിട്ട് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്നാൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടീനെ സ്വീകരിക്കാൻ എന്തൊരുക്കങ്ങൾ വേണം, എങ്ങനെ നമ്മളൊരു കുട്ടിയെ വളർത്തണം എന്നതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അതൊരു വളരെ ഒരു വിശാലമായി പറയേണ്ട ഒരു വിഷയമാണെങ്കിലും അതിൻ്റെ ചില സൂചനകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പിന്നെ നമ്മൾ കുട്ടികളെപ്പോഴും ദീനിയായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തുക. നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായം തൊട്ട് തന്നെ എന്ത് ചെയ്യണം, അറബി ഭാഷയുമായുള്ളൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാവണം. അതുകൊണ്ട് എല്ലാ കുട്ടീനും അറബി കോളേജിൽ അയക്കണം എന്ന് അതിന് കാര്യമില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഷാപരമായ ബന്ധം ഉണ്ടെങ്കിൽ എന്താ അറിയോ, അവർക്ക് ദീന് കണ്ടെത്താൻ കഴിയും. അവർ ദീനിൻ്റെ ലോകത്ത് എന്ത് ചെയ്യും, ജീവിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കുട്ടി വളർന്നു വരുമ്പോൾ എന്നെപ്പോലെ ആവരുത്. എന്താണ്, ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, ദീനിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാനും ഒരു ഖുർആൻ ഓതിയിൽ അർത്ഥം മനസ്സിലാവാനും അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ കഴിയുന്നൊരു കുഞ്ഞാവണം എന്നാഗ്രഹിച്ചാൽ അതൊരു പക്ഷെ നടക്കും ചെറുപ്രായത്തിൽ. അതേപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമായി തോന്നുന്നത് എന്താ വെച്ചാൽ, അവർ വളരുന്ന ഏതൊരു ഘട്ടത്തിലും അവർക്ക് നല്ല കൂട്ടുകാരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് നമ്മുടെ ബന്ധത്തിലാവാം, അയൽപക്കത്താവാം. എപ്പോഴും അവർ കളിക്കുന്നതും അവരെല്ലാം ചെയ്യുന്നതും നല്ല കൂട്ടുകാരുമായിട്ട് ആവാൻ ബോധപൂർവമുള്ളൊരു ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, പള്ളിയുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. ദീനിൻ്റെ സാഹചര്യവുമായി കുട്ടികളെ ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് പള്ളിയാണ്. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെടാൻ നമ്മുടെ കൂടെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോവുക, അവർക്ക് പള്ളിയിൽ അതിനുള്ള പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാക്കുക, പള്ളിയോടൊരു താല്പര്യം അവരുടെ മനസ്സിൽ ജനിപ്പിക്കുക എന്നുള്ളത് വേണം. അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ പിന്നെ കുട്ടികൾ ഓരോന്ന് സ്വയം കണ്ടുപിടിച്ച് അവർ താല്പര്യപ്പെടുക ചെയ്യണത്. അതിന് പകരം എനിക്ക് തോന്നുന്നത് ഖുർആൻ്റെ നല്ല ഖിറാഅത്ത്, ഏറ്റവും മനോഹരമായ ഖിറാഅത്തുകൾ എന്ത് ചെയ്യാം, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ കേൾപ്പിക്കാം. ഇപ്പോൾ പല കുട്ടികളെയും ഹിഫ്ളിന് പറഞ്ഞേക്കുമ്പോൾ അവർ സമ്മതിക്കൂല. കാരണം അവർക്ക് ഈ ഹിഫ്ൾ എന്താണെന്ന് അറിയില്ല. നേരെ വിശുദ്ധ ഖുർആനോട് ഒരു താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കേട്ട ഖിറാഅത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഈ കാര്യനെ പോലെ ഒന്ന് ഓതണം. അങ്ങനെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായാൽ മതി, അവൻ എന്ത് ചെയ്യും, ഏത് പ്രായത്തിലും അതൊരു ആഗ്രഹത്തോടു കൂടെ അത് സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റൊന്നെന്താ അറിയോ, നമ്മൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബോധപൂർവമായിട്ടുള്ള ചില ആശയങ്ങളുണ്ടല്ലോ, ചില സ്വഭാവങ്ങൾ, അത് അവരിലേക്ക് എത്താനുള്ള വഴികൾ സ്വീകരിക്കണം. അപ്പോൾ അതിലാണ് ഇപ്പോൾ നല്ല വീഡിയോകൾ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല സംഗതികളൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് കിട്ടാവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ സൈറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അവർക്ക് എത്തി നോക്കും. അറബിയിലൊക്കെ ഇഷ്ടംപോലെ ഇസ്ലാമിക സൈറ്റുകൾ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ എന്ത് പഠിക്കണം, എന്ത് മനസ്സിലാക്കണം, എന്ത് ബോധമുണ്ടാകണം, അതിന് പറ്റുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനുള്ളൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത്.
അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കുട്ടികൾക്കൊരു മടുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ കുട്ടികളുടെ ഈ പാരൻറ്റിങ് നിർവഹിക്കരുത്. ഈ ആവർത്തിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് എല്ലാം അവർക്കൊരു ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും അവരതിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യണം വേണം. പിന്നെ നല്ല കഥകൾ, മുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, നല്ല കഥകൾ നമ്മൾ കുട്ടികൾക്ക് പറയണം. ഇപ്പം നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ എത്ര കഥകൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അതവരിന്ന് കേൾക്കും. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു +2 പഠിക്കുന്ന ഒരു കുട്ടിനെ ഒന്ന് ഉപദേശിക്കണമെന്ന്. നമുക്ക് അവനെ കിട്ടുമോ? അവൻ നമ്മളെ മുന്നിൽ ഇരിക്കുമോ? അവൻ കാത് കൂർപ്പിച്ച് കേൾക്കുമോ? ഇല്ല. എന്നാൽ നമുക്ക് ഇന്ന് പറയാനുള്ള എത്രയോ ആശയങ്ങൾ പറയാൻ നേരത്തെ സമയമുണ്ടായിരുന്നു. എത്രയെത്ര കഥകൾ ഖുർആനിൽ, ഹദീസിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്ന് പത്രത്തിൽ വായിച്ചൊരു സംഭവമെങ്കിലും അവരോട് ഷെയർ ചെയ്യുമ്പോൾ എത്ര ആശയങ്ങൾ കിട്ടും. അപ്പോൾ അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അവരിലേക്ക്. പിന്നെ ഏറ്റവും നല്ലൊരു മദ്രസ, അവർക്ക് സ്കൂളായിരുന്നാലും മദ്രസ ആയിരുന്നാലും അവർ നല്ലൊരു ദീനി അന്തരീക്ഷത്തിൽ പഠിക്കണം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം ഒരു താല്പര്യം അവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ഈ സ്ഥാപനങ്ങൾ പിഴച്ചാൽ തന്നെ നമുക്ക് ആ കുട്ടിനെ പിന്നെ ഒരു നിലക്കും ഒരു ദീനിയായ നിലക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസമായിരിക്കുന്നില്ലാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം. അതിലൊക്കെ ഉപരി എന്തായിരിക്കണം, നമ്മുടെ കുട്ടി ആരാകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആദ്യമാവുക, എന്നിട്ട് നമ്മൾ മാതൃകയാവുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വൃത്തി ഉണ്ടാകണമെന്ന് കുട്ടിക്ക് ആഗ്രഹം, നമ്മൾ വൃത്തിയോടെ ജീവിക്കുക. നമസ്കാരത്തിൽ ചിട്ട ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കുക. കുട്ടി നല്ല ആളുകൾക്ക് സേവനം ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല സേവനത്തിൻ്റെ മാതൃകയാകുക. നമ്മളെ നന്നായി നോക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നന്നായി നോക്കുക. അങ്ങനെ എന്തിനും നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികളെ നല്ലവരാക്കി തീർക്കാനും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികളെ ശരിയാക്കിയെടുക്കാനും നമുക്ക് കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്.